വെൽക്കം ബാക്ക്. ഇത് നമുക്ക് അടുത്ത് വരുന്നത് ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണ്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആയിരുന്നു പറഞ്ഞിരുന്നത്, പ്രൊപ്പോർഷണൽ ടൈപ്സ് പറഞ്ഞതിൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻവേഴ്സ് പ്രൊപ്പോർഷനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ദ വാല്യൂ ഓഫ് വൺ ക്വാണ്ടിറ്റി ഇൻക്രീസസ് ദ അതർ ക്വാണ്ടിറ്റി ഓൾസോ ഇൻക്രീസസ്. ഒന്ന് കൂടുമ്പോൾ അത് മറ്റേ ക്വാണ്ടിറ്റിയും കൂടും, അതേപോലെ ഒന്ന് കുറയുകയാണെങ്കിൽ അതേപോലെ മറ്റേ ക്വാണ്ടിറ്റിയുടെ അളവ് കുറഞ്ഞു വരും. നമ്മൾ ഡയറക്റ്റ് എന്ന് പറയുന്നത്. ഇൻവേഴ്സ് ആകുമ്പോൾ നേരെ തിരിച്ചാണ്. ഒരു ക്വാണ്ടിറ്റിയുടെ അളവ് കൂടുമ്പോൾ കറസ്പോണ്ടിങ്ങിൽ മറ്റേ ക്വാണ്ടിറ്റിയുടെ അളവ് കുറഞ്ഞു വരികയാണ്. ഇൻക്രീസ് ഇൻ വൺ ക്വാണ്ടിറ്റി റിസൾട്ട്സ് ഡിക്രീസ് ഇൻ ദ അതർ ക്വാണ്ടിറ്റി. ഇതാണ് നമ്മൾ ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എന്ന് പറയും. അതിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? In a proportion as the value of one quantity increases, then the value of the other quantity decreases, and vice versa. Vice versa എന്ന് പറഞ്ഞാൽ just opposite. In such a manner that the product of the two quantities remains the same, or the more in one, the lesser other. Means ഒന്നിൽ കൂടി കഴിഞ്ഞാൽ മറ്റേതിൽ കുറയും. Increase in one quantity will produce a decrease in the other. അത് നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ, തുടക്കത്തിൽ നമ്മൾ ഈ പ്രൊപ്പോർഷൻ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഏതാണ്? റണ്ണിങ് ടൈം ഡിക്രീസസ് ആസ് ദ സ്പീഡ് ഇൻക്രീസസ്. അത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. സാധാരണ നമ്മൾ കാണുന്നതാണ്, വേഗത കൂടിക്കഴിഞ്ഞാൽ നമുക്ക് സമയത്തിനെ കുറയ്ക്കാൻ പറ്റും. അതേപോലെ നമ്മൾ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷമർദ്ദം കുറഞ്ഞു വരും. നമ്മൾ അന്തരീക്ഷത്തിൽ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് മർദ്ദം കുറഞ്ഞു വരും. ഹൈറ്റ് കൂടുമ്പോൾ മർദ്ദം കുറയും. ഇതൊക്കെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷന്റെ എക്സാമ്പിൾ. ഇനി ഇതിലെ പ്രോബ്ലംസ് ആയിട്ട് നോക്കുക. എക്സാമ്പിൾ, 4 turners finish a job in 300 hours. How much time will 6 turners need to take the same job? 4 turners 300 മണിക്കൂർ കൊണ്ട് തീർക്കുന്ന ഒരു ജോലി 6 ടേണേഴ്സ് ഉണ്ടെങ്കിൽ എത്ര സമയം കൊണ്ട് തീർക്കും ആണ് ചോദ്യം. അപ്പൊ നമ്മള് തന്ന സ്റ്റേറ്റ്മെന്റ് ഇതാണ്, 4 ടേണേഴ്സിന് 300 മണിക്കൂർ വേണം. നമുക്കറിയാം, the time will reduce if 6 turners do the same job, അല്ലെ? അതേ വർക്ക് ഈ 4 പേര് ചെയ്ത വർക്ക് 6 പേര് ചെയ്യുകയാണെങ്കിൽ സമയം കുറച്ചു മതി. അപ്പൊ അവിടുത്തെ പ്രൊപ്പോർഷൻ എന്തായിരിക്കും? ഇൻവേഴ്സ് ആയിരിക്കും. അപ്പൊ ഇൻവേഴ്സ് ആവുമ്പോ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? അതായത് 4 ടേണേഴ്സും പിന്നെ നമുക്ക് ഇപ്പോൾ ഉള്ളത് 6 ടേണേഴ്സും. ഓക്കെ, 4/6 ഇൻറ്റു 300, അത് മൊത്തം അവേഴ്സ്. അതായത് 4 ടേണേഴ്സിന് 300 മണിക്കൂർ ഡിവൈഡഡ് ബൈ 6 ടേണേഴ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര ഉത്തരം കിട്ടും? 200 എന്ന് ഉത്തരം കിട്ടും. അതായത് എന്തായി? 4 എന്നുള്ള എണ്ണം 6 ആയപ്പോ ഈ 300 അവേഴ്സ് എന്നുള്ളത് 200 അവേഴ്സ് ആയി. അപ്പൊ അത് ഇൻവേഴ്സ് പ്രൊപ്പോർഷന്റെ ഒരു എക്സാമ്പിൾ ആണ്. അതേപോലെ വേറെ ക്വസ്റ്റ്യൻ നോക്കുക. 2 turners need 3 days to produce 20 pieces. How long does it take for 6 turners to produce 30 such pieces? ഇവിടെ രണ്ടും കൂടി വരുന്നതാണ്, ഡയറക്റ്റും ഇൻവേഴ്സും രണ്ടും കൂടി വരുന്നൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, മൾട്ടിപ്ലൈ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ചെറുതിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ അതിനെ മൾട്ടിപ്പിളിലേക്ക് മാറ്റി തന്നെയാണ് ചെയ്യുക. നോക്കുക, നമുക്ക് തന്നത് 2 ടേണേഴ്സ്, അവർക്ക് 20 പീസുകൾ ഉണ്ടാക്കാൻ 3 ദിവസം വേണം. 6 ടേണേഴ്സിന് 30 പീസ് ഉണ്ടാക്കാൻ എത്ര ദിവസം വേണം? ഇവിടെയും ഇതേ 20 തന്നെയാണ് പറഞ്ഞെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇവിടെ 30 പീസസ് ആണ് പറഞ്ഞത്. ഓക്കെ, നോക്കാം നമ്മളൊന്ന്. 2 ടേണേഴ്സിന് 20 പീസിന് 3 ദിവസം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു ടേർണർക്ക് നമ്മൾ അതിനെ ചെറുതിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു ടേർണർക്ക്
20 പീസ് ഉണ്ടാക്കാൻ എത്ര ദിവസം വേണ്ടി വരും? 6 ദിവസം വേണ്ടി വരും. കാരണം 2 പേർക്ക് 3 ദിവസമാണ്. അപ്പൊ ഒരാൾക്ക് 6 ദിവസം വേണ്ടി വരും. ഒരാൾക്ക്. ഓക്കെ, 6 ദിവസം കൊണ്ട് 20 പീസ് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ചോദിച്ചത് 6 ടേണേഴ്സ് ആണ്. അപ്പോൾ 6 ടേണേഴ്സിന് ഈ 20 പീസുകൾ ഉണ്ടാക്കാൻ എത്ര ദിവസം വേണ്ടി വരും? ഒരാൾക്ക് 6 ദിവസം വേണം. അപ്പൊ 6 പേർക്ക് ഉണ്ടാവും 6/6 1 ഡേ. 6 വർക്കേഴ്സ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ആ 20 പീസുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതിന്റെ അർത്ഥം എന്താണ്? 6 ടേണേഴ്സിന് 20 പീസിന് 1 ഡേ മതി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 6 turners for 1 piece. That means എന്താണ്? ഒരു പീസിന് 1/20th of a day ആവശ്യമുള്ളൂ അല്ലെ? അതായത് 6 വർക്കേഴ്സ് 20 പീസ് ഉണ്ടാക്കും ഒരു ദിവസം. അപ്പൊ ഒരു പീസ് ഉണ്ടാക്കണമെങ്കിൽ എന്തായി? 1/20th of a day ആവശ്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ 30 പീസ് ഉണ്ടാക്കണമെങ്കിലോ? അത് ഇവിടെ നമ്മൾ സിംഗിൾ ആക്കിയതാണ്. ആദ്യം ഈ ടർണേഴ്സിന്റെ സിംഗിൾ ആക്കി, പിന്നെ ഇവിടെ സിംഗിൾ ആക്കി. 20 പീസ് എന്നുള്ളത് 1 പീസ് ആക്കി. ഇനി അതിനെ മൾട്ടിപ്ലൈ കൊണ്ടുപോവാണ്. 30 പീസസ് ആക്കണം. അപ്പൊ എന്താവും? ഒരു പീസ് ഉണ്ടാക്കാൻ 1/20 ഓഫ് എ ഡേ മതി. അങ്ങനെയാവുമ്പോ 30 പീസ് ഉണ്ടാക്കാൻ 1/20 into 30 എന്ന് പറഞ്ഞാൽ 1.5 ഡേയ്സ് മതി. അതായത് പിന്നെ ഈ 6 ടർണേഴ്സിന് 30 പീസ് ഉണ്ടാക്കാൻ 1.5 ദിവസം കൊണ്ട് ഉണ്ടാക്കി കഴിയും. ഓക്കെ, ഇത് കുറച്ചൊരു ലോജിക്കായിട്ട് നമ്മളൊന്ന് ആലോചിച്ച് ചെയ്യേണ്ട കണക്കുകളാണ്. നമുക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടല്ല, നമ്മൾ കുറച്ചൊന്ന് ആലോചിക്കണം. ഈ കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സാധനം വെച്ചിട്ട് നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അതായത് ഇപ്പൊ ഇവിടെ വരുന്നൊരു കണ്ടീഷൻ അങ്ങനെയാണ് വരിക. പെട്ടെന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഗുണിച്ചാൽ തന്നെ അങ്ങോട്ട് നോക്കുക. ഈ മുകളില് 20 × 2 40. ഈ ഒരു ഇതിന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ചൊന്ന് ചെയ്ത് വന്നു കഴിഞ്ഞാല് ഞാൻ പറയാം അങ്ങനെയൊക്കെ നമുക്കത് ചെയ്തെടുക്കാം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിലൊന്ന് 2 എക്സാമ്പിൾസും കൂടി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നോക്കാം. ഓക്കെ.